പടപൊരുതി കടകോതന്റെ നെഞ്ചിലേക്ക് വൈദ്യുതിയിൽ പ്രയോഗം നടത്തി മൃത്യുവിന്റെ മഹാഗർഭുരത്തിലേക്ക് പറഞ്ഞു വിട്ട കർണ അമരത്വത്തിന്റെ കവച കുണ്ടലങ്ങൾ പോലും നഷ്ടപ്പെട്ട നിനക്ക് മുമ്മയുടെ അർജുനന്റെ ദാനം അമരത്വത്തിന്റെ കവച കുണ്ടലം പോലും നഷ്ടപ്പെട്ട നിനക്ക് അമരത്വത്തിന്റെ കവച കുണ്ടലം പോലും ചിന്തന്നു അമരത്വത്തിന്റെ കവച കുണ്ടലം പോലും നഷ്ടപ്പെട്ട നിനക്ക് അർജുനന്റെ ദാനം നിന്റെ മൃത്യു മൂർച്ചയുടെ ഘടനകളും പാഞ്ഞു ശസ്ത്രങ്ങളും അടി പതറാതെ പട പൊരുതിയ ഘടോൽഗജന്റെ നെഞ്ചിലേക്ക് വൈജയന്തി വേൽ പ്രയോഗം നടത്തിയ മൃത്യുവിന്റെ മഹാ ഗഹുരത്തിലേക്ക് പറഞ്ഞു വിട്ട കർണ അമരത്വത്തിന്റെ കവച കുണ്ടലങ്ങൾ പോലും നഷ്ടപ്പെട്ട നിനക്ക് അർജുനന്റെ ദാനം. എന്തൊരു പറയണ്ടേ 1061 എന്തോ എന്റെ പേര് പറയടേ ഗർഭൂരം അല്ല ഓഡീഷന് പോയിട്ടാണ് ഒരു സിനിമ സെറ്റ് ആയടേ. മഹാവീരൻ അർജുനൻ. അത് മറ്റേ സംഭവല്ലേ? നീ ഒന്ന് ചുമ്മാ ഇരുന്നാണ് നീ പഠിക്കട്ടു. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. കടുകട്ടിയായ കുറച്ച് വാക്കുകളാണ് അറിഞ്ഞിരിക്കുന്നത്. ഇത് അത്രയും കാണാതെ പഠിച്ചിട്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് അയച്ചു കൊടുത്താലേ ചാൻസ് തരുള്ളൂ. നീ വായിച്ചു തരുമോ? എനിക്ക് മെയിൻ റോൾ തന്നെ അതൊക്കെ ഉണ്ട്. മഹാവീരൻ അർജുൻ ഞാൻ തന്നെ ഹീറോ. അപ്പൊ ഹീറോ ആവുമ്പോ ഞാൻ മാനേജർ ആയിട്ട് വന്നോട്ടാ. അത് ഞാൻ ഹീറോ ആവട്ടെ, എന്നിട്ടല്ലേ നീ മാനേജർ ആവണത്. ഞാൻ നോക്കട്ടെ. ഇതാണ് പട ഷീൽഡ്. പരിച എവിടെ യുദ്ധത്തിന് പോണ്? മിക്കവാറും വേണ്ടി വരും. എന്റെ ഉണ്ണി അപ്പൂവിന്റെ അടുത്ത് എടി ഒരു സിനിമയുടെ കാര്യമാണ് ഇവിടെ. സിനിമയുടെ കാര്യം? എന്ത് സിനിമ? വായിച്ചു നോക്ക് നീ. സ്ക്രിപ്റ്റ് പിന്നെ ഒന്നും മനസ്സിലാവില്ല. എന്ത് സംഭവം? കൊച്ചുള്ളവർക്ക് മനസ്സിലാവും. ഇങ്ങോട്ട് പറ്റില്ല. അതല്ല, ഈ സ്ക്രിപ്റ്റ് എന്തെന്ന് നിങ്ങളുടെ കയ്യില്? ഇത് കാണാൻ പഠിച്ച് വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കണമെന്ന്. എന്തിന്? സിനിമയ്ക്ക് സെലക്ഷൻ കിട്ടാൻ. ഇതിനിടയിൽ ഓഡിഷനൊക്കെ പോയോ? കൊള്ളാലോ പരിപാടി. ഹീറോയാ? ഏത് കണ്ടുപിട്ട് എടുത്തത് നിങ്ങള്? സോറി, ഇതിപ്പോ എന്താണ് സംഭവം? ഇത് കാണാതെ പഠിക്കണം, അത്രയല്ലേ ഉള്ളൂ. കാണാതെ പഠിച്ചാൽ അയച്ചു കൊടുക്കണം. വായിക്കാൻ എന്തോ ഇരിക്കുന്നു. ഞാൻ പഠിപ്പിച്ചുതരാം. ഓക്കെ, നീ ആദ്യത്തെ പേരെടുത്ത് വായിച്ചു. നീ ഓക്കെ എന്ന് പറഞ്ഞ അവസാനത്തെ എൻഡിങ്ങിൽ ചിരി മാത്രം വായിച്ചിട്ട് കാര്യം. ഓക്കെ, നോക്കിക്കോണം, എന്റെ എക്സ്പ്രഷൻ നോക്കിക്കോണം. ഇതൊന്നും വേണ്ട. മൂർച്ചയേറിയ ഘടകങ്ങളെ മാറ്റി വെച്ചിട്ട് മൂർച്ചയില്ലാത്ത ഘടകങ്ങൾ നീ അത് നേരെ ആദ്യം വായി. അതല്ലേ ഖഡ്ഗങ്ങള് വേട്ടാവളിയെത്തി. ഇപ്പൊ തുടങ്ങിയല്ലേ ഉള്ളൂ, അങ്ങനെയൊക്കെ വരും. നേരത്തെ നമ്മൾ എന്ത് പറഞ്ഞു? ഞാൻ വായിച്ച് കേട്ടി തരാം. അപ്പൊ ഇത് വേണ്ട, അടുത്ത് വായിക്കാം. അത് വായിക്കേ. നെക്സ്റ്റ് വായിക്കാം. നെക്സ്റ്റ് ഇത് വേണ്ട, ഇത് തന്നെ വായിച്ചാൽ സമ്മതിക്കും. നെക്സ്റ്റ് വായിക്കണ്ട. ഓക്കെ, പാഞ്ഞു വരുന്ന ശാസ്ത്രങ്ങൾ മുന്നിലും മടി. പാഞ്ഞു വരുന്ന ശാസ്ത്രങ്ങളും പതുക്കെ വരുന്ന സാമൂഹിക പാഠങ്ങളും. എടി പോടി, നിനക്കത് വായിക്കാൻ പറ്റില്ല. നീ കൊണ്ട് കളഞ്ഞിട്ട് പോയാണ് നീ. പാഞ്ഞു വരുന്ന ശസ്ത്രങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ, ശസ്ത്രങ്ങൾ. എനിക്കറിയാം, ഇത് ആദ്യം ആയതുകൊണ്ടാണ്. ഇപ്പൊ നോക്കാം. ഇങ്ങോട്ട് നോക്കിയോ? ഇതിപ്പോ ശരിയാക്കി തരാം ഞാൻ. കണ്ടാ, നീ പറഞ്ഞാണ് എന്റെ തിരിച്ച്. അപ്പൊ പോയി മൂർച്ചയേറിയ ഘടകങ്ങൾ എന്ന് പറഞ്ഞു. കണ്ട, മൂർച്ചയേറിയ ഖഡ്ഗങ്ങളെക്കാൾ അല്ല ഖഡ്ഗങ്ങൾ. പാഞ്ഞു വരുന്ന ശസ്ത്രങ്ങൾ. ഞാൻ പിടിച്ചു. ഫുള്ള് വായിച്ചാ അടി പിടിച്ച പയറ്.
അടി പിടിച്ച പയറ് അടി അടി പതറാതെ പട പൊരുതി. സോറി, നമ്മളെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നു. ഇത് ചരിത്ര നാടകവും. കുറച്ച് 1.5 കിലോ പുച്ചോട്ട് ഇവിടെ വന്നിട്ട് തിരിച്ചല്ല കാരണം പോയി 2 തുണി കഴിയുള്ളൂ. മാനേജർ പറഞ്ഞു വിടൂ. ഈ ശവം പിടിച്ച് ഘടകങ്ങൾ എന്ന് പറഞ്ഞ അതാണ് എന്റെ വായിൽ പറഞ്ഞത്. മൂർച്ചേറിയ ഘടകങ്ങളും പാഞ്ഞു വരുന്ന ശാസ്ത്രങ്ങൾക്ക് മുന്നിൽ അടി പതറാതെ പടപൊരുതിയ ഘടോൽക്കജന്റെ നെഞ്ചിൽ വൈജയന്തിവേൽ പ്രയോഗം നടത്തിയ വൈജയന്തിവേൽ പ്രയോഗം നടത്തി മൃത്യുവിന്റെ മഹാഖർഗുരത്തിലേക്ക് പറഞ്ഞു വിട്ട കർണ. കൊള്ളാം കേട്ടോ, വീഡിയോ സൂപ്പർ ആയിട്ടുണ്ട്. വൈറലാവണൊക്കെ കൊള്ളാം. ഇത് എന്റെ ഫോളോവേഴ്സിനെ വെച്ചിട്ട് നിന്റെ ചാനലിൽ ആളെ കൂട്ടാനുള്ള പരിപാടിയാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. എടേ മോണിറ്റൈസേഷൻ വരുമ്പോഴേക്കും കൃത്യമായിട്ട് എന്താന്ന് വെച്ചാൽ തന്നോണം കേട്ടല്ലോ. മക്കളെ, ഈ മൊബൈലും യൂട്യൂബും വാട്സപ്പൊക്കെ ഈ ഇടയ്ക്കൊക്കെ അല്ലേ വന്നത്. അപ്പൂപ്പന്റെ കാലത്ത് എന്തെന്നറിയാമോ? സ്റ്റേജ് പ്രോഗ്രാം. ഞങ്ങള് സ്റ്റേജിൽ കയറി പാട്ട് പാടും, ഡാൻസ് കളിക്കും, നാടകം കളിക്കും. ഇങ്ങനത്തെ പരിപാടികളാണ് അമ്മ. അപ്പൂപ്പ സ്റ്റേജിൽ കയറി പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. ഒരു ഡാൻസ് കളിക്കാം, പക്ഷേ പാട്ടിടണം. ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവേ. വയസ്സാം കാലത്ത് പ്രേമിച്ചോണ്ട് നടന്നാ മതി. എടാ, അത് ഇപ്പഴല്ലേ വയസ്സായത്, അന്ന് വയസ്സൊന്നും ആയില്ല, അന്ന് ചെറുപ്പമാണ്. ആ സമയത്ത് ഇട്ട പാട്ടാണ് ഞാൻ ഇടാൻ പറഞ്ഞത്. നിങ്ങൾ പാട്ടിടുകയാണെങ്കിൽ ഞാൻ ഡാൻസ് അതൊക്കെ ഇട്ടുതരാം. റെഡി ആയിക്കോ. നെല്ല് അപ്പൊ ഏച്ചി നിക്കട്ടെ, ഡാൻസ് കളിക്കാം. പിന്നെ വൈറലാക്കാം നമുക്ക്. ഇത് വൈറലാവും. ഞാൻ നിന്നെ പ്രേമിക്കുന്നു, അതല്ലേ? ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവി. സിനിമയുടെ പാട്ട് ഞാൻ സിനിമയിലൊന്നും ഒന്ന് ഇട്ടോട്ടെ. അപ്പൊ നിങ്ങൾ റെഡി ആയിക്കോ. നീ അത് ഓണൊക്കെ ചെയ്ത് പോയി ശരിയാന്ന് നോക്കിയോ. ഫ്രെയിം ഒക്കെ നോക്കിയോ. എവിടെ നിന്ന് കളിക്കണം? ഇവിടെ എന്താ മതിയല്ലോ. ഓക്കെ ഓക്കെ. സൂപ്പർ അല്ലേടാ? ആശാനെ കലക്കി ത്രിമർത്ത് മറിച്ച്. ആശാനെ ഞാൻ ഒരു കാര്യം പറയട്ടാ, ഈ വർഷാപ്പ് ജോലിയൊക്കെ നിർത്തിയാണെങ്കിൽ ആശാനാണെങ്കിൽ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ഇങ്ങനെ ഡാൻസ് കിട്ടൂലേ, അപ്പൊ വൈറലാവൂലേ? അത് ശരിയാണ്. ഇവിടെ എന്തായാലും പ്രത്യേകിച്ചൊരു പണിയില്ലല്ലോ. അത് തന്നെ. എന്റെ അച്ഛൻ ഉണ്ടല്ലോ, കൊട്ടാരത്തിൽ നിന്നും പട്ടും പുടവയൊക്കെ മാറ്റാളാണ്, വിൽപ്പാട്ടാശാനാണ്. പിന്നെ ഞാൻ ഇപ്പം സിനിമയിലൊക്കെ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടെന്നറിയാൻ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോവാത്തത്. അമിതാഭ് ബച്ചൻ, ശിവാജി ഗണേശൻ ചേട്ടൻ, പിന്നെ പ്രേം നസീർ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ സിനിമയില്. ഇവര് കേക്ക് ഞാൻ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ ഇവര് താരും
ഞാൻ കൊണ്ട് പൊങ്ങും. അപ്പൊ അവർക്ക് ഈഗോ ഒരു ഈഗോ. ശരി ശരി അത് വിചാരിച്ചാണ് ഞാൻ പോവാത്തത്. കറക്റ്റ്. അയ്യോ ഉണ്ണിയപ്പൂന്റെ ഗോൾഡൻ തള്ളുകൾ. ചേച്ചി പറഞ്ഞത് എന്തൊരു ഗോൾഡൻ തള്ളുകൾ ഒക്കെ ഞാൻ തത്വമാണ് പറയണത്. ഓ വിശ്വസിച്ച് വിശ്വസിച്ചല്ലേ? ആ പണ്ട് നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, അറിയാമോ? അതെനിക്കറിയാം. അതിപ്പോ കണ്ടപ്പോഴേ മനസ്സിലായി പൊളിയല്ലേ. ഒരു 10, 20, 30 സ്റ്റേജ് വരെ ആ നാടകം കളിച്ചു. അത് അഭിനയിക്ക് നോക്കട്ടെ നോക്കട്ടെ. അത് അഭിനയിക്കണേ. ആ മുസ്ലിം കഥ മുസ്ലിം ഭാഷയിൽ പറയണം. ആ പറ നോക്കട്ടെ. അഭിനയിക്കുമ്പോ വയസ്സായ ആളാ. സ്വന്തം ബാപ്പാന്റെ ചതകട്ടടങ്ങുന്നതിന് മുമ്പ് ആ ബാപ്പാന്റെ പെട്ടിക്കടിപിടി കൂടിയ ഇബ്ലീസുകള് മനുഷ്യന്റെ ബേറ്റവും കെട്ടി നടക്കുന്ന ശൈത്താങ്ങള് എല്ലാം വലിയ ആറ്റ വെച്ച് നടന്ന് വെട്ടി തുറന്നപ്പോഴേ 4 കണ്ണാത്തിരട്ട. എങ്ങനെയുണ്ട്? ഇതൊക്കെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരുന്നെ? നോക്ക് എങ്ങനെയുണ്ട് നോക്കണേ? ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി വൈറലാവും. എടാ ശങ്കര, നീ എന്തോ വിചാരിച്ചു? ഞങ്ങളുടെ കുടുംബം തന്നെ ഒരു കലാകുടുംബമാണ് അല്ലേ? അതിപ്പോ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. ആ മക്കൾക്ക് മനസ്സിലായല്ലോ. അത് മാത്രം അറിഞ്ഞിരുന്നാ മതി. അപ്പൂപ്പനെ എവിടെയും കൊച്ചാക്കി കളയും. കലയെങ്കിൽ കല, ബില്ലടിച്ചാൻ പാടെങ്കിൽ ബില്ലടിച്ചാൽ എല്ലാം ഏത് പരിപാടിയും അപ്പൂപ്പൻ പിന്നല്ല പവർ ആശാൻ. ആ ആശാനെ മനസ്സിലായല്ലേ? അത് മതി. കൊള്ളാം കൊള്ളാം. കില്ലാടി കാട്ട് കില്ലാടി ആശാൻ. നീ ഒരു കാര്യം ചെയ്യും, ഇപ്പം കളിയും തമാശയും പറഞ്ഞുകൊണ്ടിരിക്കും. ഇനിയിപ്പം വണ്ടിയുടെ പണികൾ നോക്കണ്ടേ? അകത്ത് വ്യാഴ്ച വെച്ചിട്ട് നനഞ്ഞു പോയി എടുത്തോണ്ട് വാ. അത് മാത്രമേ നമുക്ക് എഡിറ്റ് ചെയ്യണം. അതിന്റെ കൊണ്ട് തന്നിട്ട് പോണം. ആ പാടി പതറാതെ പടപൊരുത്തിയ കടറുകതിന്റെ നെഞ്ചിലേക്ക് വൈജയന്തി വേൽ കുത്തിയിറക്കി അല്ല വൈജയന്തി വേൽ പ്രയോഗം നടത്തി മൃത്യുവിന്റെ മഹാഖൽഗുലത്തിലേക്ക് പറഞ്ഞയച്ച കർണ. പരീക്ഷയുണ്ടോ നാളെ? അമരത്വത്തിന്റെ കവച കുണ്ടലം പോലും നഷ്ടപ്പെട്ട നിനക്ക് ഞാൻ തരുന്ന ദാനം. എന്ത് പറ്റി രാമേട്ടാ നിങ്ങക്ക്? അർജുനന്റെ ദാനം. എന്താണ് സംഭവം? കുറെ നേരം ആ സിനിമയിലെ ഇത് ഞാൻ പഠിച്ചോണ്ടിരിക്കും. നിന്റെ അടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞു ഈ പറഞ്ഞു സിനിമയിൽ ഓഡിഷൻ പഠിച്ച അയച്ചു കൊടുക്കേണ്ട വീഡിയോ ഇതാ. ഓ ഇത് കാണാൻ പഠിക്കണോ? അതല്ലേ സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? എത്ര വരെ പഠിച്ചപ്പോ? അപ്പൊ ഞാൻ മൊത്തം പഠിച്ച് എന്നാ മൊത്തം പഠിച്ചില്ല. പഠിച്ചടി മൂർച്ചേറിയ കൽക്കത്തിന് മുന്നിലും പാഞ്ഞു വരുന്ന ശസ്ത്രങ്ങൾക്ക് മുന്നിലും. ഇങ്ങനൊന്നും അല്ല, മൂർച്ചേറിയെന്നാണ്. എന്തോ എഴുതിയിരിക്കുന്നത്? ഇത് ആരെഴുതി തന്നത്? ഹാൻഡ് റൈറ്റിംഗേ കൊള്ളൂ. മുച്ചേറിയൊന്നും അല്ല, ഇങ്ങോട്ട് മൂർച്ചേറിയ അത് മൂർച്ചേറിയ ഖഡ്ഗം. ആദ്യം കാണാൻ പഠിക്കണമെങ്കിൽ വൃത്തിയായിട്ടുള്ള കൈയക്ഷരത്തിൽ എഴുതണം. അതാണ് ആദ്യം വേണ്ടത്. പാഠങ്ങളിലൊന്നാണ് മൂർച്ചേറിയ ഖഡ്ഗങ്ങൾക്ക് മുന്നിലും പാഞ്ഞു വരുന്ന ശാസ്ത്രങ്ങൾക്ക് മുന്നിലും അടിപ്പത്തറ. ശാസ്ത്രം എനിക്ക് മനസ്സിലായി. ഇത് എന്നെ ഇവിടെ ഉള്ള എല്ലാവരും ശാസ്ത്രം എന്നാണ് എഴുതി വെച്ചേക്കണേ. ശസ്ത്രം പാഞ്ഞു വരുന്ന ശസ്ത്രങ്ങൾക്ക് മുന്നിലും അടിപടലം അളിപടലം പാളയംകോടൻ പഴം. ഇത് എന്റെ ഹാൻഡ് വലിച്ചു കയറി 3 എടുത്ത് പുട്ടിനോട് വെച്ച് കുഴച്ച് തന്നാൽ നന്നായിരിക്കും. പ്രസംഗം കേട്ടപ്പോഴേ എനിക്കറിയാം നല്ല രസം 2 ചളിയുമ്പോ അവിടെ 50 തവണ കാണാതെ പഠിച്ചിട്ട് വലിയ ടൈം. ഞാൻ ആദ്യമായിട്ടാണ് വായിക്കുന്നത്. അത് വൃത്തികെട്ട ഹാൻഡ് റൈറ്റിംഗ്. എനിക്ക് ഈ ഹാൻഡ് റൈറ്റിംഗേ ഉള്ളൂ. എനിക്ക് അപ്പുറത്തോട്ട് രമണനെ കൊണ്ട് എഴുതിപ്പിക്കാൻ പറ്റില്ല. റൈറ്റിംഗ് ഒന്നും എഴുതി പഠിച്ചിട്ടില്ല. എന്തിനിവിടെ അടി എന്തുള്ളി കാണിച്ചു വെച്ചേക്കണ കിക്കറി പൂക്കറി എന്ന് പറഞ്ഞ കുറെ എഴുതി വെച്ചിട്ട് നോക്കി വായിക്കാനും പറ്റില്ല. അതെ, എനിക്കൊരു കാര്യം പറയട്ടെ. എന്റെ ഒരു രഹസ്യ ഐഡിയ ഉണ്ട്. ഐഡിയ റാണി എത്തിയിട്ടുണ്ടല്ലോ. എവിടെ ആയിരുന്നു? ഞാൻ തന്നെ ഇവിടെ കൊണ്ടുവരണം ഐഡിയ. ഞാനല്ല ഐഡിയ, ഇത് ഇങ്ങനെ പറയണമെന്നുള്ള ഒരു ഐഡിയ. അങ്ങള് ഞാൻ പറഞ്ഞു അങ്ങളൊരു കാര്യം ചെയ്യാം. അവരെ വിളിച്ച് പറ, അങ്കിളിന് പറ്റുന്ന രീതിയിൽ അങ്കിൾ ഇത് പറയും. അങ്കിളുടേതായ സ്റ്റൈൽ ഉണ്ടല്ല. അതല്ല, അങ്കിളിനൊന്നും പറ്റുന്നില്ല. അങ്കിളിന്റെ സ്റ്റൈൽ ഉണ്ടല്ലോ. അങ്കിളുടെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ ഈ ഡയലോഗ്. സ്വന്തമായ സ്വതസിദ്ധമായ രീതിയിൽ. അയ്യോ അതോ അങ്ങനെ നീ പേടിപ്പിക്കല്ലേ. മനസ്സിലായ എന്തുവാണെന്ന്? എന്താണ് എന്റെ രീതിക്ക് അത് തന്നെ. സ്വതസിദ്ധമായ രീതിയിൽ ഇത് പറയണം. പറഞ്ഞ വീഡിയോ വെച്ച് കഴിഞ്ഞാൽ അവർ അപ്പൊ തന്നെ റിജക്ട് ചെയ്ത് കിട്ടും. ഇല്ല അവര് സെലക്ട് ചെയ്യും. നിങ്ങൾ പറഞ്ഞു
നോക്കിയോ എന്റെ അങ്കിളുടെ കഴിവ് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ഇവിടെ ഇരി. പിന്നെ ഒന്നായി. ആരിത്? ഡേ കർണാടക നീ ഉള്ള കംപ്ലീറ്റ് ടൂൾസും എടുത്ത് പ്രയോഗിച്ചിട്ടും ഇങ്ങോട്ട് നോക്ക്. ആ കടവൊക്കെ ചെറുക്ക കട്ടക്കി നിന്ന് എപ്പൊ എന്നിട്ട് നീ എന്ത് ചെയ്ത് നീ വൈജയന്തി പേരെടുത്ത് അവന്റെ അണ്ണാക്കി എടുത്ത് പ്രയോഗിച്ച് അവനെ ഉറക്കി. പിന്നെ ഞാൻ വെറുതെ എവിടെ വേണമെന്നാ എന്റെ കവച കുണ്ടലം പോലെ കീറി നിൽക്കുന്ന അവസ്ഥയിൽ ഞാൻ വലിച്ച് ചവരി തേച്ചില്ലെങ്കിൽ അമ്മ രണ്ടുപേരും അർജുനല്ല. അരേ വാ വണ്ടർഫുൾ ഓണ. ശരി സൂപ്പർ ഐഡിയ കൊള്ളാം. എങ്ങനെ ഇരിക്കുന്നു? നന്നായിരിക്കും. ഇത് അയച്ചു കൊടുത്താ നിങ്ങൾ തന്നെ ആ പുരാണത്തില് അവരെന്താ പുസ്തല്ലേ എനിക്കറിയാതെ കൊള്ളൂലെന്ന്. അതുകൊണ്ട് ഞാൻ ഇത് കാണാൻ പഠിക്കും, ഞാൻ ഇത് റെക്കോർഡ് ചെയ്യും, ഞാൻ അയച്ചു കൊടുക്കാൻ, ഞാൻ നായകനാക്കും. നീ നോക്കിയോടി, നീ നോക്കിയോടി. ഈ പഞ്ച് അതിലോട്ട് വന്നാ മതിയായിരുന്നു. മൂർച്ചയേറിയ ഖഡ്ഗങ്ങൾക്ക് മുന്നിലും പാഞ്ഞ ശസ്ത്രങ്ങൾക്ക് മുന്നിലും അടി പതറാതിരുന്നു. സ്ഫുടത വരട്ടെ, സ്ഫുടത. മൂർച്ചയേറിയ ഖഡ്ഗങ്ങൾക്ക് മുൻപിലും. മൂർച്ചയേറിയ ഖഡ്ഗങ്ങൾക്ക് മുന്നിലും അങ്ങനല്ല, മൂർച്ചയേറിയ ഖഡ്ഗങ്ങൾ. നീ പോകത്തില്ല സിനിമയില്. അയ്യോ വെള്ളം വേണോ? വേണ്ട, മതി, ഇതൊക്കെ മതി. കുറച്ച് വെള്ളം വേണമെങ്കിൽ തരാം. വേണ്ട, പിന്നെയും വന്നേക്കാം. ഇത് പഠിക്കൊന്നുമില്ല. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. മനസ്സിലായോ? ഈ ഉത്തരങ്കോട് രാമനുണ്ണി ഇത് പഠിക്കും, കാര്യങ്ങളെല്ലാം ചെയ്യും, റെക്കോർഡും ചെയ്യും, അയക്കുകയും ചെയ്യും, റിജക്റ്റും ചെയ്യും. അവരെന്നെ ഹീറോയാക്കും. നീ തേയും, നിന്നെ നോക്കി ഞാൻ ചിരിക്കും. അയ്യോ കേട്ടല്ല? സൂപ്പർ സൂപ്പർ അങ്കിൾ സൂപ്പർ. പറഞ്ഞു കൊടുത്തേക്കടി. നീ എന്തിനിങ്ങനെ വെരിവെരിപ്പിച്ച് കൊടുക്കണേ? ശങ്കര, എടാ നമ്മള് സിനിമയിലുണ്ടല്ലോ ഇതുപോലത്തെ ഡയലോഗ്സ് ഒക്കെ കൃത്യമായിട്ട് പറയണമെങ്കിൽ സ്ഫുടത വേണം. സ്ഫുടത വേണമെങ്കിൽ എന്ത് വേണം? എന്ത് വേണം? നാക്കിന് എക്സസൈസ് വേണം. അറിയോ? അറിയോ അതെങ്ങനെ എക്സസൈസ് വരുത്തും? എടാ എക്സസൈസ് വരുത്തുന്ന വെച്ചാ നമ്മള് ടങ് ട്വിസ്റ്റർ അല്ലേ? ടങ് ട്വിസ്റ്റർ. എന്തോന്ന് ടങ് ട്വിസ്റ്ററാ? ആ അതാണ് മര്യാദയ്ക്ക് അത് പറ. ടങ് ട്വിസ്റ്റർ. ടങ് ട്വിസ്റ്റർ എന്ന് വെച്ചാൽ നമുക്ക് ഈ പറയാൻ പറ്റാത്ത കുറച്ച് വാക്കുകൾ ഇങ്ങനെ സ്പീഡിൽ നമ്മൾ പറഞ്ഞ് പഠിക്കണം. അപ്പൊ നാക്കിന് എക്സസൈസ് കിട്ടും. മനസ്സിലായോ? അപ്പൊ നോക്കിക്കോ, ഞാൻ ഒരു സാധനം തരാം നിനക്ക്, അത് നീ പറയണം. ഭ്രാന്തായ എനക്ക്. സ്പീഡിൽ പറയണോന്നല്ല പറഞ്ഞേ, ഞാൻ പറയും, വാക്ക് പറഞ്ഞു തരും, അത് പറയണം. ഓ ഈ ചെറുക്കന് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. ശ്രദ്ധിച്ചു കേട്ടോ. ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. സാക്ഷാൽ ക്ഷേത്രം. ഞാൻ കൊച്ചാണ്, എനിക്ക് പറയാൻ പറ്റണ. എനിക്ക് 3 വേർഡ് വന്നപ്പോ എനിക്ക് പറ്റൂല. ഞാൻ കുറച്ച് അധികം തരാം. അല്ല എളുപ്പമുള്ള തരാം. ഇത് പറയണം കേട്ടാ. കൊച്ചുങ്ങൾക്ക് പറ്റിയ സാധനമാണ്. കളകളം ഒഴുകുമീ അരുവിയിൽ ഒരു പുളകം. കളകള ഒഴുകുമീ അരുവിയിൽ ഒരു പുളകം. സൂപ്പർ, കറക്റ്റാണ് പറഞ്ഞ. ഒന്നും കൂടെ പറ. കളകളം ഒഴുകുമീ. ഒഴുകുമീ അല്ല, ഒഴുകുമീ. കളകളം ഒഴുകുമീ അരുവിയിൽ പുതുപുളകം. കളകളം ഒഴുകുമീ പുരവി ഒരു പുലകം. ഞാനാണെങ്കിൽ കൊച്ചാണ് നല്ലത്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഒരെണ്ണം ചോദിക്കട്ടെ. നീ ഒരെണ്ണം ചോദിക്കും. വടിയെടുത്ത് പുളിയടിച്ച് പുളിയെടുത്ത് വളിയടിച്ച്. എന്തിനടിച്ച്? സോറി. അങ്ങനെയല്ലടാ. വടിയെടുത്ത് പുളിയടിച്ച് പുളിയെടുത്ത് വളിയടിച്ചു. എടാ ഞാൻ ശരിയാക്കി പറയാം. എനിക്കറിയാം ശരിയാക്കി പറയാം. 1 വർഷം ടൈം തരാം. 1 വർഷം ടൈമിനുള്ളിൽ ചെയ്ത് തന്നാ മതി. അയ്യോ ഒരു വെച്ച ടൈം.
ആശാനെ എത്തി നോക്കാതെ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ നിങ്ങൾ കൊല്ലും. തന്നെ എത്ര നാളെ എന്നെ ഇങ്ങനെ വലിപ്പിച്ചോണ്ട് നടക്കണം. ആ ചാപ്പാടെ നീ വാ. നിന്റെ അച്ഛൻ കൊറേ നാളായിട്ട് എന്നെ ഇങ്ങനെ ഇവിടെ കേറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇന്നത്തോടെ എന്റെ വണ്ടി കിട്ടണം, ഇല്ലേ പ്രശ്നം. വെടക്ക് കേസാണ്. നിന്റെ അമ്മാച്ചനാടി വെടക്ക്. ബാബു മൂർച്ചയേറിയ ഖഡ്ഗത്തിന് മുന്നിലും പാചക ശസ്ത്രത്തിന് മുന്നിലും അടി പതറാതെ പടപൊരുതിയ കടൽക്കജന്റെ നെഞ്ചിലേക്ക് വൈജയന്റെ മേൽ കുത്തിയിറക്കി മരണത്തിന്റെ കർക്കുരത്തിലേക്ക് പറഞ്ഞു വിട്ട കർണ. കവച കുണ്ടറങ്ങാൻ നഷ്ടപ്പെട്ട നിനക്ക് അർജുനൻ തരുന്ന ദാനം മരണം. ഇറങ്ങി പോടാ നിന്റെ ചകട കൊണ്ട്. ഞാൻ പിടി ഞാൻ ചക്ക വണ്ടി എടുത്തോളൂ പോടാ കണ്ട് വണ്ടി ആശാനെ ഇതിന് എങ്ങനെ ഓണാവും? എന്റെ സ്പാനർ എന്റെ സ്പാനർ ആശാന്റെ ശരിയാക്കി വണ്ടി എന്നെ എടുത്തോളാം കേട്ടോ. എടുക്കണ നീ. മക്കളെ ഞാൻ ശരിയാക്കിയേ. അപ്പൊ ഇനി പോവില്ല. എന്താ വിചാരിച്ച്? ആശാൻ പുലി തന്നെ കേട്ടോ. ഇതെങ്ങനെ സാധിച്ചു? ഇത് ആര് ശരിയാക്കിയേ? ഞാൻ തന്നെ. എനിക്ക് എപ്പോഴറിയായിരുന്നു. നീയാ? പിന്നെ കൊച്ചിയിലോട്ട് വണ്ടി നന്നാക്കി കണ്ടുപിടിച്ച എനിക്ക് മുല്ലപ്പൂമ്പടി ആയിട്ട് കല്ലിനുണ്ടോ സൗരഭ്യം ഒന്ന് കേട്ടിട്ടുണ്ടോ? എനിക്ക് ഇതൊക്കെ അറിയായിരുന്നു. അവനെ ഇഷ്ടം തന്നെ അല്ലേ? അല്ല എന്റെ തന്ത ഞാൻ പലതും പറയാം. കണ്ട തെണ്ടികളെന്ന് കാര്യം പറയാൻ വന്നോണ്ടല്ലോ കൊളന്നാളെയും പെട്ടി ഓട്ടോഗ്രാഫ് വരാൻ രണ്ടെണ്ണം. അതാണ് എന്റെ മോൻ.